ക്ലീറ്റോ എവിടെ പോയി? ക്ലീറ്റോ തമിഴ്നാട്ടിൽ പോയി. അവിടെ എന്തോ? അവിടെ ബിസിനസ്. ബിസിനസ്സോ? അവിടുത്തെ പാർട്ടിയിലൊക്കെ അല്ലയോ ആള്? പാർട്ടിയും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ഞാൻ പോട്ടെ, ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ചേച്ചി. കുറെ പണി കിടക്കാണ്. 12:30 മണിയായില്ലേ? അല്ല തങ്ക അവിടെ നിന്നേ, ഒരു കാര്യം അവിടെ നിൽക്കേ. അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. ഈ ക്ലീറ്റോ കുറേ നാളല്ലേ ഈ പാർട്ടി എന്നും പറഞ്ഞു ഈ പാർട്ടി എന്ന് പറഞ്ഞു വാലും ചുറ്റും നടക്കാൻ തുടങ്ങിയിട്ട്. ഈ പാർട്ടിയൊക്കെ ഒന്ന് മാറാൻ പറ. ചേച്ചിക്ക് വല്ല കുഴപ്പമുണ്ടോ? വരട്ടെ, വന്നിട്ട് കനകനോടെ പോയി. കനകന് പേര് സ്റ്റേഷനില്ല. പൂജപ്പുര. അവിടെ ഇതുവരെ സ്ഥലം മാറ്റൊന്നും ആയില്ലയോ? ഇല്ല. ചേച്ചിക്ക് ഇനി ചെന്നിട്ട് കഞ്ഞിക്കറിയൊക്കെ വെക്കണ്ടേ? പോ. ഞാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇനി കഞ്ഞിയും കറിയും ചിലപ്പോൾ ഇവിടുന്ന് കഴിക്കും, അല്ലെ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കും, അല്ലെ തട്ടുകടയിൽ ദോശ കഴിക്കും. അത്രയല്ലേ ഉള്ളു കാര്യം. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. പണിയുണ്ടെന്ന് ചെല്ലട്ടെ. അപ്പൊ അല്ല അമ്മേ നീ ഒന്ന് പോ, ഞാനൊന്ന് കിടക്കട്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എല്ലാം അവളും അങ്ങ് മുങ്ങി. ഇനി എന്റെ പുറകെ ആ കാര്യങ്ങളൊക്കെ അറിയാം. അന്നേരം നിന്നിരുന്നെങ്കിൽ ഉച്ചക്കും കൂടെ കഴിച്ചേട്ടാ. പറഞ്ഞു വിട്ടാലും ഓ രാവിലെ ആകുമ്പോ ഇറങ്ങും ഓരോ വീട്ടില്. കിടന്ന് ഉറങ്ങായിരുന്നല്ലേ? അയ്യോ നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അല്ല നീ എന്താ ഇപ്പോ? നീ വരൂ വരൂ. ഉച്ചക്കത്തെ സമയം കിട്ടി, രാവിലെ ഒന്നും കഴിക്കാൻ പോയല്ലേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോകരുത്. നീ വൈകിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞല്ലേ പോയത്? ഏട്ടൻ രാവിലെ പറഞ്ഞില്ലേ ഉച്ചക്ക് വരത്തില്ല, വൈകിട്ടേ വരത്തുള്ളൂ. എന്ത് കഴിക്കാനൊന്നും ഇല്ല ഇവിടെ? അല്ല അത് പിന്നെ ഇതണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ പോയി അല്പം ചോറ് വയ്ക്ക്. അത് എന്താന്നറിയാവോ? വീണ്ടും വരുന്നൊരു തലവേദന. പിന്നെ ചേച്ചിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഏട്ടാ. അപ്പൊ ഞാൻ പിന്നെ വിക്സ് ഇട്ട് കൊടുക്കുമായിരുന്നു. വിക്സ് ഇട്ട് തിരുമ്മി തന്ന് പിന്നെ ഇതാക്കി. അതുകൊണ്ട് അവക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഭക്ഷണം ശുദ്ധ നുണയാ. ഒരു തലവേദന ഇല്ലായിരുന്നു. ആ ഏഷണി പറയുന്ന ഓമന ചേച്ചി ഇവിടെ വന്നിട്ട് നാട്ടിലെ കണ്ടത്തിപ്പറമ്പിലെ ചർച്ചയായിരുന്നു ഇത്ര നേരം. നുണ പറഞ്ഞാൽ പെണ്ണുമ്പോൾ എന്തോരം ദോശ ചെയ്തെന്നറിയോ? ഞാൻ ചുട്ട ദോശ തീർന്ന് കലയ്ക്ക് മാവ് തീർന്നു. തലവേദന അല്ല പെട്ടെന്ന് ചോറ് വയ്ക്കാം, കുക്കറിൽ വെക്കാം. അതേ ഞാൻ പോയ കുറച്ചൊരു സംഭവം ഉണ്ടായി.